ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 53. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേച്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. വിവർത്തനം. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികളാലോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എൻ്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാവുന്നത്. ഭാവാർത്ഥം. കൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ ചതുർഭുജ ആകൃതിയിലാണ് ആദ്യം ആവിർഭവിച്ചത്. പിന്നീട് ദ്വിഭുജാകൃതിയിലായി. ഈ രഹസ്യം മനസ്സിലാക്കാൻ നാസ്തികർക്കും ഭക്തി സാധന അനുഷ്ഠിക്കാത്തവർക്കും പ്രയാസമാണ്. വ്യാകരണജ്ഞാനം കൊണ്ടും വെറും പാണ്ഡിത്യം കൊണ്ടും മാത്രം വൈദിക സാഹിത്യ പഠനം നിർവഹിച്ചവർക്ക് കൃഷ്ണനെ അറിയാനാവില്ല. പേരിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി കൃഷ്ണനെ ആരാധിക്കുന്നവർക്കും അങ്ങനെ തന്നെ. അവർ ക്ഷേത്രത്തിൽ പോയാലും കൃഷ്ണൻ്റെ യാഥാർത്ഥ്യം അറിയാറില്ല. ഭക്തിപൂർവകമായ സേവനം കൊണ്ടേ കൃഷ്ണനെ അറിയാൻ കഴിയൂ. അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നു. ശ്ലോകം 54. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപാ. വിവർത്തനം. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എൻ്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഭാവാർത്ഥം. ഏകാഗ്രമായ ഭക്തി സാധന കൊണ്ടേ കൃഷ്ണനെ അറിയാൻ കഴിയൂ. ഊഹാപോഹ പ്രക്രിയ കൊണ്ട് ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആധികാരികത്വമില്ലാത്ത വ്യാഖ്യാതാക്കൾ വ്യഥാ സമയം പാഴാക്കുകയാണെന്ന് അവരെ അറിയിക്കുകയത്രേ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. കൃഷ്ണൻ ആരെന്നോ അവിടുന്ന് ചതുർഭുജനായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ദ്വിഭുജ രൂപം കൈക്കൊള്ളുകയും ചെയ്തതെങ്ങനെയെന്നോ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. വേദാന്ത ചിന്ത കൊണ്ടോ വേദപഠനം കൊണ്ടോ ഇതറിയാനാവില്ല. അതിനാലാണ് ആർക്കും കൃഷ്ണനെ കാണാനോ ഈ വസ്തുതകൾ ഗ്രഹിക്കാനോ കഴിയില്ലെന്ന് ഇവിടെ തീർത്തു പറയുന്നത്. വൈദിക സാഹിത്യത്തിൽ നിന്ന് ഉത്കൃഷ്ടമായ അറിവ് നേടിയവർക്ക് കൃഷ്ണനെപ്പറ്റി പലവിധത്തിലും മനസ്സിലാക്കാം. അതിന് നിബന്ധനകൾ പലതുണ്ട്. കൃഷ്ണനെക്കുറിച്ച് അറിയേണ്ടവർ വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ആധികാരികമായ നിബന്ധനകളെല്ലാം അനുസരിക്കണം. തദനുസൃതമായ തപസ് അനുഷ്ഠിക്കണം. ഉദാഹരണമായി, ശരിക്കും തപസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കൃഷ്ണൻ അവതരിച്ച നാളിലും ജന്മാഷ്ടമി നാളിലും 2 ഏകാദശി നാളുകളിലും ഉപവസിക്കണം. ദാനം ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് നൽകേണ്ടതാണ്. മനുഷ്യരാശിക്ക് ഒരനുഗ്രഹമത്രേ കൃഷ്ണാവബോധം. അതിപ്രയത്നം കൊണ്ട് മാത്രം നേടാനാവുന്ന കൃഷ്ണഭക്തിയെ ഉദാരമായി വിതരണം ചെയ്തു പോന്ന ചൈതന്യ മഹാപ്രഭുവാണ് ഏറ്റവും അധികം ദാനശീലനായ വ്യക്തിയെന്ന് രൂപഗോസ്വാമി പറയുന്നുണ്ട്. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നവർക്ക് അതിന് ഉതകും വിധം ധനം നൽകുകയാണ് ലോകത്തിൽ ഏറ്റവും മഹത്തായ ദാനം. വിധിപ്രകാരമുള്ള ക്ഷേത്ര ആരാധനയും ഇന്ത്യയിൽ ധാരാളം കൃഷ്ണക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളുമുണ്ട്. ഭഗവത് സേവനത്തിലൂടെ ആത്മീയ പുരോഗതി നേടാനുള്ള ഒരു വഴിയാണ്. ഭക്തി സാധനയുടെ ആദ്യഘട്ടത്തിൽ അത്യാവശ്യമായ ഒന്നാണ് ക്ഷേത്ര ദർശനവും ആരാധനയും. ശ്വേതാശതരോപനിഷത്ത് 6:23 ഇങ്ങനെ പറയുന്നു: യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യൈതേ കഥിതാഹ്യർത്ഥാ പ്രകാശന്തേ മഹാത്മനഃ. ഗുരുവിനും കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസമുള്ളവനും അങ്ങനെയുള്ള ഗുരുവിനാൽ നയിക്കപ്പെടുന്നവനുമായ ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ ദർശനമുണ്ടാകും. മാനസിക വ്യായാമങ്ങൾ കൊണ്ട് ആർക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല. വിശ്വാസ്യനായൊരു ആത്മീയ ഗുരുവിൻ്റെ മേൽനോട്ടത്തിലുള്ള പരിശീലനം ലഭിക്കാതെ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നത് പോലും ദുഷ്കരമാണ്. തു എന്ന പദം കൊണ്ട് ഇതിന് മറ്റൊരു പ്രക്രിയ ഉപയുക്തമല്ലെന്നും ഒരിക്കലും വിജയത്തിൽ എത്തിക്കുകയില്ലെന്നും ഊന്നി പറയുന്നു. കൃഷ്ണൻ്റെ വ്യക്തിരൂപങ്ങൾ ദ്വിഭുജങ്ങളായാലും ചതുർഭുജങ്ങളായാലും അർജുനന്
താൽക്കാലികമായി പ്രത്യക്ഷമായ വിശ്വരൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വിശ്വരൂപം ക്ഷണികമെന്നിരിക്കെ മറ്റു 2 രൂപങ്ങളും ശാശ്വതങ്ങളും അതീന്ദ്രിയങ്ങളുമത്രേ. വിശ്വരൂപം ആരും കണ്ടിട്ടില്ലെന്ന് സുദുർദർശമെന്ന വാക്ക് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഭക്തന്മാർക്ക് അത് കാണേണ്ട ആവശ്യമില്ലെന്നും ഭാവിയിൽ സ്വയം അവതാര പുരുഷരെന്ന് ഭാവിക്കുന്നവരോട് ജനങ്ങൾക്ക് വിശ്വരൂപം കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെടാൻ കഴിയണമെന്നും ഉദ്ദേശിച്ചാണ് അർജുനന്റെ അപേക്ഷപ്രകാരം കൃഷ്ണൻ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തിയത്. മുൻ ശ്ലോകത്തിൽ ന എന്ന പദം പലവുരു ഉപയോഗിച്ചിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിൽ പണ്ഡിതോചിതമായ പരിജ്ഞാനം പോലുള്ള ബഹുമതികൾ നേടിയതുകൊണ്ട് ആരും ഗർവിഷ്ഠരായിക്കൂടാ എന്നാണത് സൂചിപ്പിക്കുന്നത്. ഭക്തിപൂർവം കൃഷ്ണനെ സേവിക്കുകയാണ് ആവശ്യം. എന്നിട്ട് മതി ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യങ്ങൾ എഴുതാനുള്ള യത്നം ആരംഭിക്കാൻ. വിശ്വരൂപം മറച്ച് പിന്നീട് കൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപവും ഒടുവിൽ ദ്വിഭുജനായ സ്വരൂപവും കൈക്കൊള്ളുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൽ പറയപ്പെടുന്ന ചതുർഭുജ രൂപങ്ങളും മറ്റും ആദിമമായ ദ്വിഭുജ കൃഷ്ണരൂപത്തിൽ നിന്ന് ഉദ്ഭവിച്ചവയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ ആവിർഭാവങ്ങളുടെയും ഉറവിടമാണ് കൃഷ്ണൻ. ഈ രൂപങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തനത്രേ കൃഷ്ണൻ. നിർഗുണാകാരത്തെക്കുറിച്ച് പറയേണ്ടതുമില്ല. ചതുർഭുജ കൃഷ്ണരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ സമാന ചതുർഭുജ രൂപം അസംഖ്യം പ്രപഞ്ചങ്ങൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉൾവലിച്ചും വെളിയിൽ വരുത്തിയും കൊണ്ട് മഹാവിഷ്ണു എന്നറിയപ്പെടുന്ന ഗർഭോദകശായി പോലും പരമപുരുഷന്റെ രൂപവിസ്തരണമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മസംഹിത 5:48 പറയുന്നു. യസ്യൈക നിശ്വസിത കാലമധാവലംബ്യ ജീവന്തി ലോമവിലജ ജഗദണ്ഡനാദാഃ വിഷ്ണുർമഹാൻ സ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആര് ശ്വാസോച്ഛ്വാസങ്ങളാൽ അസംഖ്യം പ്രപഞ്ചങ്ങളെ ഉൾക്കൊള്ളുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള മഹാവിഷ്ണു ആരുടെ സമഗ്ര വിസ്തരണമാണോ, ആദിപുരുഷനായ ആ ഗോവിന്ദനെ കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ വ്യക്തിരൂപത്തെ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെന്ന നിലയിൽ ആരാധിക്കുകയാണ് വേണ്ടതെന്ന് വ്യക്തം. അദ്ദേഹമാണ് വിഷ്ണുമൂർത്തി ഭേദങ്ങളുടെയും എല്ലാ അവതാരങ്ങളുടെയും ഉറവിടവും ആദിപുരുഷനുമെന്ന് ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നു. ഗോപാലതാപന്യുപനിഷത്ത് 1:1 സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരണേ നമോ വേദാന്തവേദ്യായ ഗുരുവേ ബുദ്ധിസാക്ഷിണേ. സച്ചിദാനന്ദമയമായ ദിവ്യരൂപമുള്ളവനായ കൃഷ്ണനെ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹത്തെ അറിയുന്നതാണ് വേദജ്ഞാനം. അദ്ദേഹമാണ് പരമഗുരു. കൃഷ്ണോ വൈ പരമം ദൈവതം. പരമദൈവം കൃഷ്ണനാകുന്നു. ഏകോ വശി സർവഗ കൃഷ്ണ ഈഢ്യ. അങ്ങനെയുള്ള കൃഷ്ണനാണ് ആരാധ്യനായ പരമദിവ്യോത്തമ പുരുഷൻ. ഏകോപിസാൻ ബഹുതാ യോവ ഭാതി. കൃഷ്ണൻ ഒരാളെയുള്ളൂവെങ്കിലും നാനാരൂപങ്ങളായും അവതാരങ്ങളായും പലവിധം കാണപ്പെടുന്നു എന്ന് ഗോപാലതാപന്യുപനിഷത്ത് 1:3, 1:21, ബ്രഹ്മസംഹിത 5:1 ഇപ്രകാരം പറയുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനത്രേ പരംപുരുഷൻ. എല്ലാറ്റിനും ആദിയായ അദ്ദേഹം അനാദിയും ഏതൊരു കാരണത്തിനും കാരണവുമാണ്. യത്രാവതീർണം കൃഷ്ണാഖ്യം പരം ബ്രഹ്മ നരാകൃതി എന്ന് മറ്റൊരിടത്ത് പറയുന്നു. പരമസത്യം ഒരു വ്യക്തിയാണ്. കൃഷ്ണൻ എന്ന പേരുള്ള അദ്ദേഹം ചിലപ്പോൾ ഭൂമിയിൽ അവതരിക്കുന്നു. ഭാഗവതത്തിലും പല രൂപങ്ങളിലുള്ള അവതാരങ്ങളെപ്പറ്റി വിവരിക്കുന്നതിനിടയിൽ കൃഷ്ണനെപ്പറ്റിയും പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ കൃഷ്ണൻ ഒരു അവതാരമല്ല, ആദിമനായ പരമപുരുഷൻ, സ്വയം ഭഗവാൻ തന്നെയെന്നും ഭാഗവതം എടുത്തു പറയുന്നു. ഏതേച്ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവത്ഗീതയിൽ ഭഗവാൻ മത്തഃ പരതരം നാന്യേത് എന്നാണ് പറയുന്നത്. കൃഷ്ണരൂപിയായ എന്നേക്കാൾ ശ്രേഷ്ഠനായ ആരുമില്ല. അഹമാതിർഹി ദേവാനാം. എന്നിൽ നിന്നാണ് ദേവന്മാരുടെ ഉദ്ഭവം എന്നും അദ്ദേഹം പറയുന്നു. കൃഷ്ണനിൽ നിന്ന് ഭഗവത്ഗീത കേട്ട ശേഷം അർജുനനും ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. പരമപുരുഷനും പരമാശ്രയവും പരമസത്യവും അങ്ങുതന്നെ എന്ന്
ഞാനിപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഈ നിലയിൽ അർജുനന് കാണിച്ച വിശ്വരൂപമല്ല മൗലികമായ ഐശ്വരാകാരം. സാക്ഷാൽ കൃഷ്ണന്റെ മൗലിക രൂപമാണ് ആ ഐശ്വരാകാരം. അനേകായിരം തലകളും കൈകളുമുള്ള ആ മഹത്തായ വിശ്വരൂപം ഭഗവാനിൽ പ്രേമമില്ലാത്തവരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രം വെളിപ്പെടുത്തിയതാണ്. ഇത് ഭഗവാന്റെ യഥാർത്ഥമായ രൂപമല്ല. ഭഗവാനുമായി നാനാവിധത്തിൽ ദിവ്യപ്രേമം കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് വിശ്വരൂപം ആകർഷകമായി അനുഭവപ്പെടില്ല. തൻ്റെ മൗലികമായ കൃഷ്ണ ആകൃതിയോടെയാണ് ഭഗവാൻ ദിവ്യപ്രേമത്തെ കൈക്കൊള്ളുന്നതും കൊടുക്കുന്നതും. തന്മൂലം കൃഷ്ണനുമായി അത്രയുമധികം അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്ന അർജുനന് ഈ വിശ്വവ്യാപ്തമായ രൂപം സന്തുഷ്ടി ഉളവാക്കിയില്ല എന്നു മാത്രമല്ല, ഭീകരമായി താനും. എന്നെന്നും കൃഷ്ണന്റെ സുഹൃത്തായിരുന്ന അർജുനന് അതീന്ദ്രിയ ദൃഷ്ടി കൈവന്നിരിക്കണം. ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അർജുനൻ. അതുകൊണ്ട് അദ്ദേഹം വിശ്വരൂപത്താൽ ആകർഷിതനുമായില്ല. ഫലോദിഷ്ട കർമ്മങ്ങളാൽ സ്വയം ഉന്നതി നേടുന്നതിൽ താൽപ്പര്യമുള്ളവർക്ക് ആശ്ചര്യകരമാവാം വിശ്വരൂപം. ഭക്തിപരമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടവർക്കാകട്ടെ ദ്വിഭുജമായ കൃഷ്ണന്റെ രൂപം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.